നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് 2 പ്രൂണിങ് സോകളാണ്. നമ്മൾ പലരും കണ്ടു കാണും. ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ മുറിക്കാനുള്ള വാളാണിത്, പ്രൂണിങ് സോ എന്ന് പറയും. ഇത് നമുക്ക് ഇപ്പോൾ പുതിയ ചൈനീസ് ഇതാണ്. നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്ലേഡൊക്കെ നല്ല ഷാർപ്പായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന കൈവാളുകളൊക്കെ നമ്മൾ മരത്തിനൊക്കെ മുറിക്കാൻ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഹാക്സോ, ഇത് വുഡ് കട്ടിങ് സോകൾ, അതിനേക്കാളൊക്കെ നല്ല ഷാർപ്പാണ് ഇതിൻ്റെ ബ്ലേഡ്. ഇതിപ്പോൾ 2 വർഷമായി. ഗോൾഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ വാങ്ങിയിട്ട് ഇത് ഇപ്പോഴും അത്യാവശ്യങ്ങൾക്ക്, സ്ഥിരം ഉപയോഗം അല്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് നല്ല മൂർച്ച ഒന്നുമില്ല, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈയിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു തോട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റും കൂടി ഉള്ളതാണ്. നമുക്ക് ഇതിനകത്ത് മാങ്ങയൊക്കെ, പ്രത്യേകിച്ച് മാങ്ങ പറിക്കാനും പപ്പായ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് പറിക്കാം. ഈ ബാസ്ക്കറ്റിൽ താഴെ വീഴാതെ പറിക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ 2 പൈപ്പോട് കൂടിയാണ് വരുന്നത്. ഇതിന് ഏകദേശം 1000 രൂപയ്ക്കാണ് ഈ ബാസ്ക്കറ്റും ഈ 2 പൈപ്പ്. ഇത് GI പൈപ്പാണ്, ഇരുമ്പിൻ്റെ. അധികം വെയിറ്റ് ഇല്ല, എന്നാലും ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലാണിത്. ഇതിനകത്ത് നമുക്ക് ഇത് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ വെച്ച് നമുക്ക് ജോയിൻ്റ് ചെയ്ത് ആവശ്യത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. ഇതിൻ്റെ ബോൾട്ട് നമുക്ക് ഇത് പല ഭാഗത്ത് ഇതിന് ഹോളുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഹൈറ്റ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിൽ വെച്ച് ഈ ബോൾട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഈ ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഈ ബോൾട്ട് ഇട്ട് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിന് വെച്ച് മാങ്ങ പറിക്കുക, എന്ത് വേണമെങ്കിലും പറിക്കാം. ഇങ്ങനെ വെച്ച് ഇതിനിട്ടിട്ട് മുറുക്കുകയാണ് നമ്മുടെ ഇഷ്ടമുള്ള ഹൈറ്റിൽ. ഇത് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. ഇത് ഇങ്ങനെ നമുക്ക്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അരിവാളിൻ്റെ തോട്ടി, ഇപ്പോൾ ഈ കൊട്ട, ഇതിനകത്തും ചെറിയൊരു ബ്ലേഡ് ഉണ്ട് അറുത്ത് മുറിക്കാനായിട്ട്. ഇതപ്പോൾ ഇതിനകത്ത് ഇവിടെ ത്രെഡാണ്, ബോൾട്ട് ഇവിടെയും അതിൽ ത്രെഡ് ഉണ്ട്. അപ്പോൾ ഈ ത്രെഡിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. നമുക്ക് കെട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറിക്കാം. അപ്പോൾ ഇത് മാറ്റി നമുക്ക് പലതരം അറ്റാച്ച്മെൻറ്റ്സ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മാങ്ങ പറിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇതാണ്. ഇതിപ്പോൾ പ്രൂണിങ് സോ, ഇതിപ്പോൾ ഇതുപോലെ ബോൾട്ടോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് നമുക്ക് ചെറിയ ഉയരത്തിലുള്ള മരക്കമ്പുകളൊക്കെ മുറിക്കാം. ഇപ്പോൾ തോട്ടിയുടെ ആവശ്യത്തിനായിട്ടും ഇത് കൈവാളിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം. 2 സൈഡും ഷാർപ്പാണിത്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ കുത്തി മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം, അല്ലെങ്കിൽ വലിച്ച് മുറിക്കാനും എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ അരിവാൾ തോട്ടിയുടെ ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം. 2 ആവശ്യത്തിനും പറ്റുന്നതാണ്. നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ തോട്ടിയും ബാസ്ക്കറ്റും കൂടി ഏകദേശം 1000 രൂപയോളം വിലയുണ്ട്. പിന്നെ ഇത് സെപ്പറേറ്റ് വാങ്ങിയാണ്. ഇതിനൊരു 350-400 രൂപയോളം വില ഈ ബ്ലേഡിന് വരുന്നുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ ഇത് 10-850 രൂപ വില വരുന്നതാണ്. ഇത് 2 വർഷം മുന്നേ വാങ്ങി. ഈ തോട്ടിയൊക്കെ ഇപ്പോൾ ഈയിടെ വാങ്ങിയുള്ളൂ. ഇപ്പോൾ ഇതിന് 650 രൂപ. ഞാൻ 2 വർഷം മുന്നേ വാങ്ങുമ്പോൾ ഇതിന് 850 രൂപ വിലയുണ്ടായിരുന്നു. എന്നാലും നല്ല ബ്രാൻഡഡ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു മരത്തിൻ്റെ ചെറിയൊരു കൊമ്പൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഈ തോട്ടിയുടെ ഇവിടെ കുറച്ച് ഒരു PVC-യുടെ ഒരു ഇൻസുലേറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ലൈനിൽ അതിലൊക്കെ ടച്ച് ചെയ്ത് ഷോക്ക് അടിക്കാതിരിക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് നമ്മൾ പിടിക്കുന്ന ഈ ഭാഗം, ഇതിപ്പോൾ കുറച്ച് നീളം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഈ ജോയിൻ്റ് ഇവിടെ അഴിച്ച് ഈ ഒരു ചെറിയ പീസ് മാത്രം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം, അകത്തേക്ക് വേണമെങ്കിൽ ഇറക്കി. ഇതിലിങ്ങനെ പല ഭാഗത്ത് ഹോളുകൾ ഉള്ളതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉള്ളിലോട്ട് ഇറക്കാം, പുറത്തേക്ക്. അപ്പോൾ ചെറിയ പീസാണെങ്കിൽ ഇത് രണ്ടും കൂടി ആകുമ്പോൾ വെയിറ്റ് അത്ര എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് അടിഭാഗത്ത് ഒഴിവാക്കി ഇത് മാത്രം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 10 അടിയുടെ 2 പീസാണ്. ഒരു വലിയ പീസും അതിൻ്റെ ഇടയിൽ ഒരു 3/4 ഇഞ്ച് പൈപ്പും ഇതൊരു 1/2 ഇഞ്ച് പൈപ്പാണ്. അത് അതിനകത്ത് വരുമ്പോൾ വെയിറ്റ് കുറഞ്ഞ പൈപ്പാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇത് ഫുൾ ലെങ്ത് ആണ്. ഇത് ഫുൾ ലെങ്ത്തിലായാലും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഹൈറ്റ് തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇനി നമുക്ക് എത്ര മണി ഇത് കുറയ്ക്കാം. 10 അടി വരയ്ക്ക് നമുക്ക് ലെങ്ത്ത്, ഇതിൻ്റെ പല ഹോളുകളും ഇതുണ്ട്. മാക്സിമം ലെങ്ത് ആണ് ഇത്. ഏകദേശം 19 അടി. ഒരു ഓവർലാപ്പിങ് കുറച്ചകത്ത് കയറുന്നുണ്ട്. 10 അടിയുടെ 2 പീസാണ്. അപ്പോൾ ഒരു കുറച്ച് ഉള്ളിലേക്ക് കയറിയുണ്ട് ജോയിൻറ്റ്. അപ്പോൾ ഒരു 19 അടി അരിവാളും കൂടി 20 അടി തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻസുലേറ്റർ വരുന്നുണ്ട്. ഇത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്ക്രൂവും കൂടെ തുളച്ച് ഇതിനെ
ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ടേപ്പ് ഒട്ടിച്ച് ഇൻസുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആ ഒരു മരത്തിൻ്റെ ചെറിയൊരു ചെറിയ കൊമ്പുകളൊക്കെ ഇതുകൊണ്ട് മുറിക്കാൻ പറ്റുള്ളൂ. പ്രൂണിങ് എന്ന് പറയുമ്പോൾ ചെറിയ കൊമ്പുകൾ മുറിക്കലാണ്, വലിയ തടി മുറിക്കലല്ല പ്രൂണിങ്. അപ്പോൾ ഇത് പ്രൂണിങ് സോയാണിത്. അപ്പോൾ ചെറിയ കമ്പുകളൊക്കെ വെട്ടിയെടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നമുക്കൊരു കഷ്ണം ഒന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ക്രോസായ കൊമ്പാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് നിൽക്കുന്ന കൊമ്പുകൾ മുറിക്കാൻ അത്ര എളുപ്പമല്ല. ഹൊറിസോണ്ടലാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, ഇങ്ങനെ വെച്ച് വെറുതെ ഇങ്ങനെ ഇറക്കേണ്ട കാര്യമുള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മീഡിയം സൈസ്, ഇതിപ്പോൾ ഈ കമ്പ് ഇത്രയും സൈസുള്ള കമ്പാണ്. ഇതിപ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും ഡയമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും പോകുന്നതൊക്കെ നമുക്ക് മുറിക്കാനൊക്കെ പറ്റും. ഇതിലും വലുത് ഇപ്പോൾ ഈ ഒരു കമ്പ് മൊത്തത്തിൽ മുറിക്കാനാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ. പക്ഷെ അതൊന്നും ഇതുകൊണ്ട് പറ്റില്ല. പ്രൂണിങ്സോ ഹാൻഡ്സോ ആണത്. അപ്പോൾ താഴെയുള്ള കമ്പുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ കമ്പുകളൊക്കെ ഇറക്കാൻ ഇത് അതുകൊണ്ട് വെട്ടിമുറിക്കുമ്പോൾ അത് ഇത്രയും പോകുന്ന കമ്പ് വെട്ടിമുറിക്കുന്നേക്കാളും നമുക്ക് കുറച്ച്, പിന്നെ മരത്തിന് ഡാമേജ് അധികം വരാണ്ട് പൊളിഞ്ഞു പോവാതെയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് മുറിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അതല്ല, ഇത്രയും പെട്ടെന്ന് വെട്ടിമുറിക്കുകയാണെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ മുറിയില്ല അത്. ഇപ്പോൾ അത്യാവശ്യം 1.5 ഇഞ്ചിലധികം 2 ഇഞ്ചിൻ്റെ അടുത്ത് ഡയമീറ്റർ ഉള്ളതാണിത്. 2 ഇഞ്ചുണ്ട്. അപ്പോൾ ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് മുറിക്കുക. അത് നല്ല ഷാർപ്പുമാണിത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്ലേഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വലിയ പ്ലാവിൻ്റെ ആ കാണുന്ന ഏണി വെച്ചതിൻ്റെ സൈഡിലുള്ള വലിയ കമ്പ് മുറിക്കാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അതിന് ഇതൊന്നും പോരാ, നമ്മൾ ചെയിൻസോ ഉണ്ട്. അപ്പോൾ ചെയിൻസോ ഉപയോഗിച്ച് നമുക്കതൊന്ന് മുറിക്കാണ് വേണ്ടത്. ഇപ്പോൾ ഇതുകൊണ്ടൊന്നും അത്രയും വലിയ കമ്പ് മുറിക്കാൻ പറ്റില്ല. അത് ഒരടിയിലധികം 1.5 അടി ഡയമീറ്റർ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ചെയിൻസോ ഉണ്ട്. ചെയിൻസോ ഉപയോഗിച്ച് എങ്ങനെ മുറിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ വാളിനൊരു കവറുണ്ട്. ഈ കവറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് വല്ല ബെൽറ്റിലൊക്കെ ഇട്ട് വേണമെങ്കിൽ കൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു ടൂളും കൂടെ നമുക്ക് കാണിച്ചു തരാണ്. ഇത് നമുക്ക് ഇളനീര് കരിക്കൊക്കെ തുളയ്ക്കുക. വെട്ടി മുറിക്കുന്നതിന് പകരം ഒരുപാട് മൂപ്പല്ല, ചെറിയ മൂപ്പ് കുറഞ്ഞ കരിക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ തുളച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ വെട്ടി മുറിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമുക്ക് ഇവിടെ വെച്ച്, അപ്പോൾ ഇതിനിങ്ങനെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ വലിച്ചു വെച്ചാൽ ഇത് തുളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പീസ് ഇതിനകത്തിരിക്കും. പിന്നീട് ഇതിങ്ങനെ തട്ടിക്കളഞ്ഞാൽ അത് പുറത്ത് പോകും. വളരെ ഈസിയാണിത്, നമുക്ക് വെട്ടേണ്ട ആവശ്യമില്ല. അതൊന്ന് കാണിച്ചു തരാം. ഇത്രയും ആവശ്യമുള്ളൂ. അത് അവള് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്ട്രോ വെച്ചോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അതോടൊപ്പം ഇതിൻ്റെ ഇപ്പോൾ വേസ്റ്റ് ഇതിനകത്തുള്ളത് ഇതിപ്പോൾ നോക്കിയാൽ ഇവിടെ കാണാം. ഇങ്ങനെ ഇതിൻ്റെ പീസ് നമുക്ക് കിട്ടും ഇതിനകത്തുനിന്നുള്ള. വേണമെങ്കിൽ വീണ്ടും അടച്ചു വയ്ക്കണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അധികം മൂപ്പില്ല. ചിരട്ട കട്ടി ഒരുപാട് മൂപ്പായാൽ നമുക്കിതുകൊണ്ട് പറ്റില്ല. അല്ലാത്തതിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറച്ച് സ്ട്രോ വെച്ച് ഉപയോഗിച്ച് കുടിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കുടിക്കുകയും ചെയ്യാം. നമുക്ക് ആ പ്ലാവിൻ്റെ വലിയ കൊമ്പ് നമുക്ക് ചെയിൻസ് മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ പ്രൂണിങ് സൗണ്ട് അത് പറ്റില്ല. ഇത് നമ്മൾ ഒരു 2 വർഷം മുന്നേ വാങ്ങിയതാണ്. 18 ഇഞ്ച് 1.5 അടി ലെങ്ത്തിലുള്ള എക്സലൻ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പെട്രോളിൽ ഉപയോഗിക്കാവുന്ന ചെയിൻസും ആണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ആ കൊമ്പ് മരത്തിൻ്റെ മുകളിൽ കയറാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ ഏണി വെച്ച് ആ ഏണിയിൽ വെച്ചാണ് കയറി അത് മുറിക്കാൻ പോകുന്നത്. നമുക്കത് നോക്കാം. 2 വർഷത്തിലധികമായി വാങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് മാവ് തൈകളൊക്കെ മുറിച്ച് മാറ്റാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചെയിനൊന്ന് മാറ്റണം. ഇതിൻ്റെ ചെയിനിൻ്റെ മൂർച്ച ഇത്തിരി കുറവാണ്. അപ്പോൾ വേറെ ചെയിൻ ഇതാണ് ഇതിൻ്റെ 1.5 അടി 18 ഇഞ്ചിൻ്റെ സൈസ്. പല സൈസിൽ വരുന്നുണ്ട്. ഇത് 18 ഇഞ്ച് മെഷീനാണ്. അപ്പോൾ ഈ ചെയിൻ മാറ്റി ഫിറ്റ് ചെയ്ത്, പുതിയതല്ല, നമ്മൾ മൂർച്ച പോകുമ്പോൾ ഇത് ഷാർപ്പൻ ചെയ്യാനായിട്ട് നമുക്ക് പുറമെ ഇത് കൊടുത്താൽ അവർ ഗ്രൈൻഡ് ചെയ്ത് മൂർച്ചയാക്കി തരും. 50 രൂപ കൊടുത്താൽ അത് വീണ്ടും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു 500 രൂപയോളം ഇതിൻ്റെ ചെയിനിന് 450-500 രൂപ വിലയുണ്ട്. അപ്പോൾ ഈ ചെയിൻ ഓരോ പ്രാവശ്യം മാറ്റുന്നതിന് പകരം നമുക്കിത് ഷാർപ്പൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ ചെയിനൊന്ന് മാറ്റിയിടാം. അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ കൂടെ വരുന്ന ടൂളാണ്
വെട്ട് ടൂൾ ഉപയോഗിച്ച് ഈ കവർ അഴിക്കുകയാണ് വേണ്ടത്. ഈ സൈഡിലെ കവർ അഴിച്ചെടുത്ത് അതുപോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഈ സ്ക്രൂ കുറച്ച് ലൂസ് ചെയ്യാം. അപ്പോഴാണ് ഇത് ഈ സൈഡിലെ കവർ അഴിച്ച് മാറ്റേണ്ടത്. എങ്ങനെയായി നമുക്കിതിപ്പോൾ അഴിച്ചത്. പിന്നെ ചെയിൻ അഴിച്ചെടുക്കാം. ഇത് പഴയ ചെയിൻ കിട്ടി. ഇനി നമുക്ക് പുതിയ ചെയിൻ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം. ഇതിന് ടീത്തിന് ഡയറക്ഷൻ ഉണ്ട്. മുകളിൽ ബാക്കിലോട്ട് വരുന്ന കട്ടിങ് എഡ്ജ് ഈ സൈഡിൽ നിന്നാണ്, ഇങ്ങോട്ടാണ് ഇത് കറങ്ങുക. അപ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ പുതിയ ചെയിൻ ഇടേണ്ടതാണ്. ഈ സൈഡിലോട്ട് കട്ടിങ് ഇങ്ങോട്ട് കറങ്ങുമ്പോൾ കട്ടാവുന്ന രീതിയിലാണ് വരുന്നത്. മുകളിൽ ഫ്രണ്ടിലേക്കും ബാക്ക് താഴോട്ടും. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ ഒരു ഗാഡിയുണ്ട്. അത് ഈ ഹോളിനകത്ത് വന്നാലാണ് ഇത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റില്ല. ലോക്ക് കറക്റ്റായി ലോക്കായി നിൽക്കാനായിട്ട് ആ ഗാഡിയിൽ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ. ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയിനിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇത് ഫ്രീ ആയി കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയി കറങ്ങണം. അപ്പോൾ കുറച്ച് ഇത് ഇവിടെ അഡ്ജസ്റ്റിങ് സ്ക്രൂ ഉണ്ട്, അത് കുറേശ്ശെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ചെയിൻ ശരിക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാണ് വേണ്ടത്. ആവശ്യത്തിന് ടൈറ്റ് വേണം, അല്ലെങ്കിൽ ചെയിൻ ലൂസായി അഴിഞ്ഞു വരും മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് ഓവർ ടൈറ്റ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ഈ ബോൾട്ട് ഇവിടെ 2 നട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പം ടൈറ്റ് ഭാഗത്തിനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് പെട്രോളും, ഇവിടെ ചെയിനിന് ലൂബ്രിക്കേഷനുള്ള ഓയിലാണ് ഇവിടെ വേണ്ടത്, ഇവിടെ പെട്രോളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ പെട്രോളിൽ നമ്മൾ 2T ഓയിൽ മിക്സ് ചെയ്തതാണ്. 1 ലിറ്ററിന് 40 ml ഓയിൽ മിക്സ് ചെയ്ത പെട്രോളാണ് ഇതിൽ ഒഴിക്കുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഓയിൽ മിക്സ് ചെയ്യണം. ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. അതുപോലെ ലൂബ്രിക്കേഷൻ ഓയിൽ, അത് ചെയിനിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയാണത്. ഈ ചെയിനിലേക്ക് കുറേശ്ശെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി, ചെയിൻ തേയ്മാനം വേഗം വരാതിരിക്കാനുമാണ്. അപ്പോൾ അത് ഇതിലാണ് ഒഴിക്കുന്നത്. നമ്മുടെ ആവശ്യം എത്രയാണെന്ന് മനസ്സിലാക്കി അതിനുള്ളത് ഒഴിച്ചാൽ മതി. ഓവറായിട്ട് ഒഴിച്ചാൽ പിന്നെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഹോളിൽ കൂടെ ലീക്കായി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പെട്രോളും ബാക്കി നമ്മൾ ഇനി ഉടനെ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇനി കുറേ കാലം കഴിഞ്ഞ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പെട്രോൾ ഊറ്റിയെടുത്ത് അത് ഓടിച്ച് പെട്രോൾ ഡ്രെയിൻ ആക്കുക. കംപ്ലീറ്റ് കാലിയായി തന്നെ ഓഫ് ആവുന്ന അത്രയും ഓടിച്ച് കാലിയാക്കിയതിന് ശേഷം എടുത്ത് വെച്ചാൽ കാർബറേറ്റർ ബ്ലോക്ക് ആവാണ്ടിരിക്കാനൊക്കെ. അല്ല, ഈ പെട്രോളോട് കൂടി എടുത്ത് വെച്ച ഈ ഓയിലും കൂടി ഇതുള്ളത് കാർബറേറ്റർ പെട്ടെന്ന് ബ്ലോക്കായി പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഓയിലും പെട്രോളൊക്കെ ഊറ്റിയെടുത്ത് മെഷീൻ ഓടിച്ച് തന്നെ ഓഫ് ആവണ അത്രയും ഓടിച്ച് കാലിയാക്കുക. അപ്പോൾ കാർബറേറ്റർ മൊത്തം കാലിയായാൽ പിന്നെ അത് പ്രശ്നം വരില്ല. അടുത്ത പ്രാവശ്യം കുറേ കാലം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ചോക്ക് ഒന്ന് വലിച്ച് വയ്ക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിട്ട്. പിന്നെ ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അപ്പോൾ ഇത് താഴെ ഓഫാണ്. അപ്പോൾ ഓണിലേക്ക് വയ്ക്കണം. നമുക്ക് വലിച്ച്
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചോക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഇത് ഓഫാണ്. അപ്പോൾ ഇത് ഓക്കെ ആണിത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് അതിന് മുകളിൽ എണീര് മുകളിൽ കയറി ആ കൊമ്പ് മുറിക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അത് നമ്മൾ ഈ മരം മുറിക്കാനുള്ളതൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഭാഗത്ത് ഈ കൃഷി സ്ഥലത്തേക്കൊക്കെ ഇത്തിരി ശല്യമായിട്ട് നിന്നിരുന്ന കൊമ്പാണ് മുറിച്ച് നീക്കിയത്. അപ്പോൾ ഈ മുറിച്ചതിനെ ഇനിയും ചെറിയ പീസുകളാക്കി ഇനിയിപ്പോൾ അതിൽ നിന്ന് കയറ്റി മുകളിലേക്ക് മാറ്റിയിടണം ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരൊറ്റ കൊമ്പാണ് ഇവിടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കവറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും താഴെയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ശല്യമായി നിന്നിരുന്ന കൊമ്പിനെ മുറിച്ച് നീക്കിയതാണ്. അപ്പോൾ നമുക്ക് മുറിച്ച് പീസുകളാക്കി കയറ്റാം. അപ്പോൾ ഇതെല്ലാം മുറിച്ച് പീസുകളാക്കി മുകളിലേക്ക് താഴെ നിന്നൊക്കെ കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ പീസുകളൊക്കെ ആവശ്യത്തിന് ആക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഒരു മീഡിയം ലെവലിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം താഴെ ഇനി ഇലകൾ മാത്രമേ ഉള്ളൂ. ഒരുവിധം വലിപ്പമുള്ള കമ്പുകളെല്ലാം മുകളിൽ കയറ്റി ഇട്ടു. ഇതിപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്ത് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് മുറിച്ച് മാറ്റി. ഇപ്പോൾ മുറിക്കേണ്ട അത്യാവശ്യമായിട്ടല്ല. ഈ ഭാഗത്ത് ഷെയ്ഡ് ഒരുപാട് വന്ന് താഴെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മുറിച്ച് മാറ്റിയാണ്. അധികം ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ചെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇതൊക്കെ 1 മണിക്കൂറിന് താഴെ സമയം കൊണ്ടാണ് ഇതെല്ലാം പൂർത്തിയാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.